നമ്മൾ ആരും അറിയാതെ തന്നെ എവറിഡേ ലൈഫിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ പണം കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള ചീറ്റിംഗ് ചെയ്യപ്പെടാറുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സും അമിത വിലയും ഒക്കെ നൽകി നമ്മളെ പറ്റിക്കുമ്പോൾ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മുടെ എക്കണോമിക്കൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൂടാതെ തന്നെ എക്കണോമിക്കൽ കോൺസെപ്റ്റുകളായിട്ടുള്ള യൂട്ടിലിറ്റി, കാർഡിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി ഇവ എന്താണെന്ന് നമുക്ക് ഈ ഒരു സെക്ഷനിലൂടെ പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. മാർക്കറ്റ്, കൺസ്യൂമർ ആൻഡ് കൺസപ്ഷൻ. നമ്മുടെ എക്കണോമിക്കൽ ഫങ്ഷൻസ് നോക്കുമ്പോൾ തന്നെ അതിലൊരു ക്ലോസ്ഡ് ഇന്റർലിങ്ക് ആണ് മാർക്കറ്റ്, വിപണി, കൺസ്യൂമർ ആൻഡ് കൺസപ്ഷൻ എന്നറിയപ്പെടുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? മാർക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വിപണിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്, അതായത് വാങ്ങുന്നവരും വിൽക്കുന്നവരും. സോ അതുകൊണ്ട് തന്നെ അവിടെ വാങ്ങുന്ന ആളുകളും വിൽക്കുന്ന ആളുകളും തമ്മിലുള്ള ഒരു ക്ലോസ്ഡ് ഇന്റർലിങ്ക് ആണ് മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. അതായത് ദ മാർക്കറ്റ് ഈസ് ദ പ്ലേസസ് വെയർ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ക്ലോസ് ലിങ്ക്. വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ഒരു ക്ലോസ്ഡ് ലിങ്ക് പ്ലേസ് ആണ് മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വിപണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ ഏതൊരു സാധനമാണോ വാങ്ങുവാനായിട്ട് ഒരു വ്യക്തി തയ്യാറാകുന്നത്, ആ വാങ്ങുന്ന വ്യക്തികളെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏത് സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ നിന്ന് ആൻഡ് വാട്ടെവർ എന്ത് തന്നെ ആയാലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു. പക്ഷെ വാങ്ങിക്കുന്ന സമയത്ത് പല സാധനങ്ങളും നമ്മൾ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുകയും അല്ലെങ്കിൽ എഗ്രിമെന്റിന്റെ ബേസിൽ നമ്മൾ വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എഗ്രിമെന്റ് മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു EMI എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മന്ത്ലി നമ്മൾ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് എന്ത് ചെയ്യുന്നു, പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു ടേംസിനെയാണ് നമ്മൾ EMI എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മൾ അത് കയ്യിലുള്ള പൈസ കൊടുത്ത് എന്ത് ചെയ്യുന്നു, സാധനം വാങ്ങിക്കുന്നു. ഇങ്ങനെ ഒരു വ്യക്തി പ്രൈസ് ആയിട്ടോ അല്ലെങ്കിൽ എഗ്രിമെന്റോ ബേസിലോ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെ നമ്മൾ കൺസ്യൂമർ എന്നും, ഏതു സാധനമാണോ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്, അതിൻ വിച്ച് എവർ ദ പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റ് ആണോ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്, ആ വാങ്ങുന്ന പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ആ ഉപയോഗത്തിനെ നമ്മൾ കൺസപ്ഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. നമുക്കിതിവിടെ കാണാനായിട്ട് പറ്റും ഈ ക്ലോസ്ഡ് ചാർട്ടിൽ. കൺസപ്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫുൾഫില്ലിംഗ് ഓൺ നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനം വാങ്ങിക്കുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു. ആ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, കൺസപ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഏതൊരു സാധനമാണോ പ്രൈസും എഗ്രിമെന്റിൻ ബേസിൽ നമ്മൾ വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, അതിനെ കൺസ്യൂമർ എന്ന പേരിലും അറിയപ്പെടുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ക്ലോസ്ഡ് ലിങ്ക് ആയിട്ടുള്ള ഒരു എക്കണോമിക്കൽ ഫംഗ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൺസപ്ഷൻ, ദാറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബൈയിങ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫുൾഫില്ലിംഗ് ഹ്യൂമൻ നീഡ്സ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കൺസപ്ഷൻ എന്നറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ പോയിന്റ് ബേസിൽ നോട്ട്സിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു അനലൈസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എ കൺസ്യൂമർ. ഇപ്പോൾ പറഞ്ഞതുപോലെ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ബൈ ആൻഡ് യൂസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രൈസ് ഓർ എഗ്രിമെന്റ്. നമ്മൾ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പ്രൈസ് കൊടുത്തോ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അവരെ നമ്മൾ കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ കരാർ അടിസ്ഥാനത്തിൽ വാങ്ങുന്നത് എന്താണെന്നും അത് നമ്മുടെ നാച്ചുറലി നടക്കുന്ന കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മുടെ എല്ലാ സെക്ടേഴ്സുകളിലും, പ്രത്യേകിച്ച് ഇൻഡസ്ട്രി സെക്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഈ എഗ്രിമെൻറ്റും പ്രൈസും എന്നറിയപ്പെടുന്നത്. സോ നെക്സ്റ്റ്, ഓരോ സാധനങ്ങളും നമ്മൾ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ കൺസപ്ഷൻ ചെയ്യുമ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോഴും അതിനെന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിങ് നടക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കില്ല. നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓഫ് കൺസപ്ഷൻ. ഓരോ സാധനങ്ങൾക്കും ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഘടകങ്ങളായിട്ട് തരംതിരിക്കുന്നു. ഏതൊരു സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും അതിനെ നമ്മൾ പ്രൈസിൻ്റെ ബേസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പ്രൈസ് കൂടിയത് കുറഞ്ഞത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെയാണ് ക്വാളിറ്റി. നമ്മളിപ്പോൾ ആവശ്യമുള്ള സാധനമാവട്ടെ അനാവശ്യമാവട്ടെ, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്വാളിറ്റി മെഷർമെൻറ്റ് അവിടെ നടത്തുന്നു. എത്രത്തോളമാണ് അതിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻകം. ദെൻ എന്താണ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ കയ്യിലുള്ള പൈസയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അതേപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇപ്പോൾ ഫുഡ് ഐറ്റംസുകളൊക്കെ നമ്മൾ വാങ്ങിക്കുവാനായിട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതൊരു ഇലക്ട്രോണിക് സാധനം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ഇപ്പോൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസുകൾ മാത്രമല്ല, ആൻഡ് വിച്ച് ഓവർ ദ പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൺസപ്ഷൻ ചെയ്യുമ്പോൾ കൺസ്യൂമറിന് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുവാനായിട്ട് നമ്മൾ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്.
കൺസെപ്ഷൻ എന്നറിയപ്പെടുന്നത് ഏതൊരു സാധനം വാങ്ങിക്കുമ്പോഴും നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന എന്താണ്, നമ്മുടെ പ്രിഫറൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ആ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്നത് എന്തായിരിക്കാം, അതിൻ്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതാണ്, ആൻഡ് ടേസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സാധനങ്ങളും വാങ്ങുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടണം, സംതൃപ്തി ലഭിക്കണം, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണം. ആ സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഉപഭോക്തൃ സംതൃപ്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ ഉപഭോക്താവിനും ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും എന്ത് കിട്ടണം, സംതൃപ്തി കിട്ടണം. സോ ദ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഫ്രം യൂസിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ നമ്മൾ ഏതൊരു സാധനം വാങ്ങിക്കുമ്പോഴാണ് വിച്ച് എവർ ദ പ്രോഡക്റ്റ്, എന്ത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും ആ കൺസ്യൂമറിന് എന്ത് ലഭിക്കണം, സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണം. ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്നറിയപ്പെടുന്നത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് നമ്മുടെ എക്കണോമിക്സ് ടേംസിൽ പറയുന്നത്. ഇതെവിടെ കൊടുത്തിട്ടുണ്ട്, ദ സാറ്റിസ്ഫാക്ഷൻ ഈസ് എ ഡിഫിക്കൽട്ടി ടു മെഷർ മാത്തമാറ്റിക്കലി. നമുക്കൊരിക്കലും നമ്മുടെ ഈ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നു, അതായത് നമുക്ക് ഒരു സാധനം കിട്ടുമ്പോൾ ആ കിട്ടുന്ന സാധനത്തിന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളന്ന് സൂക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതിന് കാരണം നമുക്ക് എല്ലാവർക്കും ഒരേ മെൻ്റൽ ഒരു ടേം അല്ല, ശരിയാണോ? എല്ലാവർക്കും ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആയിരിക്കില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റി, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെൻ്റൽ സ്റ്റേറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ചില ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാം, സം പേഴ്സൺസ് ആർ ദ ഗുഡ് സാറ്റിസ്ഫാക്ഷൻ, സം ആർ ബാഡ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ മെഷർമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ആൽഫ്രഡ് മാർഷൽ എന്നറിയപ്പെടുന്നത്. ഫേമസ് എക്കണോമിക്സ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൽഫ്രഡ് മാർഷൽ വാസ് ദ ഫസ്റ്റ് എക്കണോമിക്സ് ടു മേക്ക് ആൻ അറ്റംപ്റ്റ് ടു സച്ച് ദ ക്വാണ്ടിഫിക്കേഷൻ. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനത്തെ നമുക്ക് മാത്തമാറ്റിക്കലി മെഷർ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ആൽഫ്രഡ് മാർഷൽ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞതായിരുന്നു, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പറഞ്ഞു, ദ സാറ്റിസ്ഫാക്ഷൻ ഈസ് എ കസ്റ്റമർ ഗെറ്റ്സ് ദ ഫ്രം യൂസിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സബ്ജക്റ്റീവ് ആൻഡ് മെറ്റൽ. നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തി ഒക്കെയാണല്ലോ. അപ്പോൾ അത് ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ആൽഫ്രഡ് മാർഷൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതിന് അദ്ദേഹം പറഞ്ഞതായിരുന്നു യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നത്? യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് കമ്മോഡിറ്റി ഓഫ് ഗുഡ്സ്. യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നത് എന്താണ്? യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ്. വാണ്ട് സാറ്റിസ്ഫൈങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏതൊരു സാധനങ്ങൾ വാങ്ങുമ്പോഴും നമുക്ക് ആ ഗുഡ്സ് ആൻഡ് സർവീസിൽ നിന്ന്, അല്ലെങ്കിൽ ആ സാധനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സേവനങ്ങളിൽ നിന്നോ നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഇതിനെ നമ്മൾ മലയാളത്തിൽ ഉപയുക്തത എന്ന പേരിൽ അറിയപ്പെടും. സോ യൂട്ടിലിറ്റി ഈസ് എ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് കമ്മോഡിറ്റി ആൻഡ് ഗുഡ്സ്. ഏതൊരു സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. യൂട്ടിലിറ്റിനെ നമ്മൾ അളക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ 1 കിലോ അരി വാങ്ങിക്കുമ്പോഴും അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യൂണിറ്റിൻ്റെ ബേസിസിലാണ് സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1 kg, 1 ലിറ്റർ ഇങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ യൂട്ടിലിറ്റീന് ഒരു യൂണിറ്റ് ഉണ്ട്. ഒരു മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യുമ്പോൾ, ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ യൂട്ടിൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നോ? യൂട്ടിൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഏതൊരു സാറ്റിസ്ഫാക്ഷനെയും നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നത് നമ്പേഴ്സുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത് നമ്പേഴ്സുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ നമ്പേഴ്സുകളെയാണ് നമ്മൾ കാർഡിനൽ നമ്പേഴ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നമ്പേഴ്സുകളെ നമ്മൾ കാർഡിനൽ നമ്പേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് ഇപ്പോൾ ഒരു ആപ്പിളുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും, നമുക്കിവിടെ ഒരു ആപ്പിൾ കാണാനായിട്ട് പറ്റും. ഇതിനെ നിങ്ങളൊന്ന് ആപ്പിളായിട്ട് ഡിനോട്ട് ചെയ്യുക. അടുത്തതെന്നറിയപ്പെടുന്നത് ഒരു ഓറഞ്ച് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നിന്നും രണ്ടിൽ നിന്നും കിട്ടിയ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു? കാർഡിനൽ നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ 10ൽ 10 നമ്മൾ കണക്കാക്കുന്നു സാറ്റിസ്ഫാക്ഷൻ. അടുത്ത് നമ്മൾ ഓറഞ്ച് കഴിച്ചപ്പോൾ 10ൽ 9 ആയിരിക്കാം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? യൂട്ടിലിറ്റി, അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നത്
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉപയോക്തത അല്ലെങ്കിൽ പ്രയോജനം. ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് കമ്മോഡിറ്റി ഓർ സർവീസസ്. ഒരു സാധനത്തിനോ സേവനത്തിനോ മനുഷ്യൻ്റെ ആവശ്യം നിറവേറ്റാനുള്ള ശേഷി. അതായത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു വ്യക്തിക്ക് ഒരു സാധനത്തിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ആ സാറ്റിസ്ഫാക്ഷൻ ലെവലിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി? അത് പ്രപ്പോസ് ചെയ്തത് ആൽഫ്രഡ് മാർഷലാണ്. സ്റ്റേറ്റ് ദാറ്റ് ദ സാറ്റിസ്ഫാക്ഷൻ ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ആൻഡ് മെഷേർഡ് ഇൻ ദ യൂണിറ്റ്സ് കാൾഡ് യൂട്ടിൽസ്. നമുക്ക് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞതുപോലെ ഏതൊരു സാധനങ്ങളെയും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സംതൃപ്തി തെളിയിക്കാനായിട്ട് നമുക്ക് അതിനെ അക്കങ്ങളിലൂടെ അളക്കാനായിട്ട് സാധിക്കും. ആ തിയറിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഇതിനെ മെഷർ ചെയ്യുന്ന ഒരു മെഷർമെൻറ്റ് യൂണിറ്റ്സ് എന്നറിയപ്പെടുന്നതിനെയാണ് യൂട്ടിൽസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പഠിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെ നമുക്ക് വളരെ പാടായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി വളരെ ടഫൊന്നുമല്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒന്നാണ്. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നത്? നമുക്ക് ഈ ഗ്രാഫിലൂടെ മനസ്സിലാക്കാം. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആപ്പിൾ കഴിച്ചു, ഒന്നാമത്തെ വ്യക്തി. രണ്ടാമത് എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ അതേ ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് കഴിച്ചു. ഇതിനെ വീണ്ടും നമ്മൾ ആപ്പിൾ എന്നും ഓറഞ്ച് എന്നൊക്കെ ഡിവൈഡ് ചെയ്യുന്നു. മൂന്നാമത് എന്ത് ചെയ്തു, അതേ കണക്ക് തന്നെ നമ്മൾ ഒരു സാധനം കൂടെ കഴിച്ചു, ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചു. അപ്പം നമ്മൾ ഒന്നാമത് കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്നത് 10 ആണെന്ന് നിങ്ങളൊന്ന് വിചാരിച്ചേ. നമ്മൾ ആദ്യം കഴിച്ചപ്പോൾ, നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റിയാണ് പറയുന്നത്, നമ്മൾ ആദ്യം കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്നത് എത്രയാണ്? 10 ആണ്. പ്ലസ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത് കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്നത് എത്രയാണ്? 9. നമ്മൾ അതേ പ്രോഡക്റ്റ് തന്നെയാണ്. അടുത്ത് മൂന്നാമത് കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്നത് എത്രയാണ്? 5 ആണെന്ന് കരുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ ആകെ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ, ഇപ്പോൾ 3 ആപ്പിൾ നമ്മൾ കഴിച്ചു. 1 കഴിച്ചു, 2 കഴിച്ചു, 3 കഴിച്ചു. ആദ്യം കഴിച്ചപ്പോൾ നമുക്ക് 10 സാറ്റിസ്ഫാക്ഷൻ കിട്ടി. 2 കഴിച്ചപ്പോൾ, രണ്ടാമത്തേത് കഴിച്ചപ്പോൾ നമുക്ക് 9 സാറ്റിസ്ഫാക്ഷൻ കിട്ടി. മൂന്നാമത്തെ ആപ്പിളും കഴിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇനി ഇത് മുഴുവനൊന്ന് കൂട്ടിക്ക്. 10ഉം 9ഉം എന്നറിയപ്പെടുന്നത് 19 ആണ്. 19ഉം 5ഉം എന്നറിയപ്പെടുന്നത് എത്രയാണ്? 20, 21, 22, 24. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ഒരു 3 സാധനം അല്ലെങ്കിൽ ഒരു സാധനം തന്നെ 3 പ്രാവശ്യം നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആകെ സാറ്റിസ്ഫാക്ഷൻ, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഇത്രയേ ഉള്ളൂ. ഭയങ്കര പാടൊന്നുമല്ല. നമ്മൾ ഒരു സാധനം തന്നെ 3 പ്രാവശ്യപ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം തന്നെ 3 തവണയായിട്ട് കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ. ആ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ദാറ്റ് എ പേഴ്സൺ റിസീവ് വെൻ എ കണ്ടിന്യൂസ്ലി കൺസ്യൂം സെവറൽ യൂണിറ്റ് ഓഫ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മോഡിറ്റി. ഒരു സാധനം നമ്മൾ ഓരോ തവണ കഴിക്കുമ്പോഴും നമുക്ക് കിട്ടിയ, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടിന്യൂസ്ലി കൺസ്യൂം. ഒരു സാധനം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി. ഓക്കെ ആണല്ലോ. ടോട്ടൽ യൂട്ടിലിറ്റി എന്തെന്നറിയപ്പെടുന്നു? ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നത് എന്താണ്? ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ റിസീവ്ഡ് ഫ്രം കണ്ടിന്യൂസ്ലി കൺസ്യൂമിങ് മൾട്ടിപ്ലൈ ദ യൂണിറ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി. ഒരു ഉൽപ്പന്നത്തിൻ്റെ തുടർച്ചയായ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന ആകെ സംതൃപ്തി. ഇനി ഇതിന് വലിയ നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടേമാണ് അല്ലെങ്കിൽ എക്കണോമിക്കൽ ഫംഗ്ഷനാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നത്. അടുത്ത നെക്സ്റ്റ് വരുന്നത് എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി. ഇതും ടോട്ടൽ യൂട്ടിലിറ്റി പോലെ വളരെ ഈസിയാണ്. മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി ഇതിനകത്ത് തന്നെ ഉത്തരമുണ്ട്. നമ്മളൊരു ആപ്പിൾ കഴിച്ചു, വീണ്ടും ആപ്പിളിലോട്ട് തന്നെ നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ സ്ലൈസ് കഴിച്ചു. ഒന്നാമത്തെ എന്ത് കഴിച്ചു? സ്ലൈസ്. നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്നത് 10 ആണെന്നൊന്ന് കരുതുക. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മൾ രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്നത് എത്രയാണ്? 9 ആണെന്ന് കരുതുക. മൂന്നാമത്തെ സ്ലൈസ് നമ്മൾ എന്ത് ചെയ്തു? കഴിച്ചു. അപ്പം നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്നത് 8 ആണെന്ന് കരുതുക. സത്യത്തിൽ ഈ ഒരു തിയറി സത്യത്തിൽ ഒരു തെറ്റായിട്ടുള്ള തിയറി ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ അസംഷൻ നമ്മൾ അങ്ങോട്ട് നോക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരുടെയും മെൻ്റൽ സ്റ്റേറ്റും
നമ്മളുടേതായിട്ടുള്ള ടേസ്റ്റും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പർ ബേസിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതൊരു ജെനുവിൻ ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സ് ആയിട്ടും തോന്നുന്നില്ല. എങ്കിൽ പോലും ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 60% 70% ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഫാക്ടേഴ്സ് നമുക്ക് ശരിയായിട്ടും കണക്കാക്കാനായിട്ട് സാധിക്കും. എനിവേ, മാർജിനൽ യൂട്ടിലിറ്റിയിൽ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്ന എത്രയാണ്? 10 രണ്ടാമത് കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്നത് 9 മൂന്നാമത് കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ 8 അതായത് നമ്മൾ ഓരോ സാറ്റിസ്ഫാക്ഷൻ കഴിച്ചപ്പോഴും ഒന്നാമത് നമ്മൾ കിട്ടി, രണ്ടാമത്തെ സ്ലൈസ് കഴിച്ചപ്പോൾ എന്ത് ചെയ്തു, ആദ്യം കിട്ടിയ സാറ്റിസ്ഫാക്ഷനിൽ നിന്നും 2% കുറച്ചാണ് എന്ത് ചെയ്തത്, അല്ലെങ്കിൽ 1% കുറച്ചാണ് നമുക്ക് എന്ത് ചെയ്തത് രണ്ടാമത് കിട്ടിയത്. വീണ്ടും കഴിച്ചപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് 1% കുറഞ്ഞു, 7 കിട്ടിയത്. ഇങ്ങനെ ഓരോ സ്ലൈസ് മാംഗോയോ ആപ്പിളോ കഴിക്കുമ്പോഴും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ വരുന്ന മാറ്റത്തെയാണ്, മറ്റത് ടോട്ടലാണ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ. എന്നാൽ മാർജിനൽ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്ന എന്താണ്, ഓരോ സ്ലൈസ് ഓഫ് കൺസ്യൂം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ. അതാണ് എന്തെന്നറിയപ്പെടുന്നത് മാർജിനൽ സാറ്റിസ്ഫാക്ഷൻ. ഇതവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് മാർജിനൽ സാറ്റിസ്ഫാക്ഷൻ? ദ അഡീഷണൽ യൂട്ടിലിറ്റി ഗെയിൻഡ് ഫ്രം കൺസ്യൂമിങ് 1 എക്സ്ട്രാ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ഈസ് കാൾഡ് മാർജിനൽ യൂട്ടിലിറ്റി. ഓരോ പ്രാവശ്യവും ഒരു അധിക യൂണിറ്റ് കൂടി ഉപയോഗിക്കുമ്പോൾ കിട്ടിയ യൂട്ടിലിറ്റിയിലുണ്ടാകുന്ന മാറ്റം, അതായത് നമ്മളുടെ യൂട്ടിലിറ്റി എന്താണ്, യൂട്ടിലിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, യൂട്ടിലിറ്റി. നമ്മളിവിടെ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഒരു അധിക യൂണിറ്റ് കൂടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷനിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നു? മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ ആണല്ലോ. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി. ഇനി നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനത് ഇവിടെ ഒരു ഗ്രാഫ് പോലെ വരയ്ക്കുകയാണ്. ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ അതെവിടെ വരയ്ക്കുകയാണ്. ഞാനൊരു ആപ്പിൾ കഴിച്ചു. ഓക്കെ ആണല്ലോ. ഞാൻ ആപ്പിൾ കഴിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നത് 10 ആദ്യത്തെ കഴിച്ചപ്പോഴാണേ. അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് തന്നെയായിരിക്കാം? 10 തന്നെയായിരിക്കാം. ഓക്കെ ആണല്ലോ. ഞാനൊരു ആപ്പിൾ കഴിച്ചു. ശ്രദ്ധിച്ച് കേൾക്കുക. ടോട്ടൽ യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്ന 10 എനിക്ക് മാർജിനലും എത്ര തന്നെയാണ്? 10 തന്നെയാണ് കിട്ടിയത്. രണ്ടാമത് കഴിച്ചപ്പോൾ എനിക്ക് മാർജിനൽ യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്ന എത്രയാണ്? 9 ഓക്കെ ആണല്ലോ. രണ്ടാമത് കഴിച്ചപ്പോൾ എത്ര കിട്ടി? 9 കിട്ടി. അപ്പോൾ അവിടുത്തെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 10 + 9 എന്നറിയപ്പെടുന്ന എത്രയാണ്? 19. ഓക്കെ ആണല്ലോ. മൂന്നാമത് കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്നറിയപ്പെടുന്നത് 5. ഓക്കെ, വളരെ കുറഞ്ഞെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എത്രയായിട്ട് മാറി? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 10 + 9 + 5 എത്ര കിട്ടി നമുക്ക്? 24 വിചാരിക്കുക. ഓക്കെ, 24 കിട്ടി. ഇനി അടുത്തതെന്ന് അറിയപ്പെടുന്നത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3 കിട്ടിയത്. അതായത് മാർജിൻ കുറഞ്ഞു വരുന്നു, ടോട്ടൽ യൂട്ടിലിറ്റി കൂടി വരുന്നു. അപ്പോൾ നിങ്ങളിവിടെ വിചാരിക്കരുത് ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടിയല്ലേ വരുന്നത്. അങ്ങനെയല്ല, അത് തെറ്റരുത്. മാർജിനൽ യൂട്ടിലിറ്റി കൂടുമ്പോൾ എനിക്ക് കിട്ടിയ ആകെ സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ ടോട്ടൽ യൂട്ടിലിറ്റി ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏത് ഭാഗത്ത്? ഇവിടെ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നത്? എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി പിന്നെ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ 3 ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? 10 + 9 19, 24, 25, 26, 27. ഓക്കെ ആണല്ലോ. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി പിന്നെ എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പ്രോഡക്റ്റ് കഴിച്ച സമയത്ത് എനിക്ക് ടോട്ടൽ യൂട്ടിലിറ്റി 10, മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്? 10 കിട്ടി. രണ്ടാമത് കഴിച്ചപ്പോൾ എൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു, അതായത് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? ആകെ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എത്രയാണ്? 10 + 9 19. അപ്പോൾ അവിടുത്തെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ നോക്കിക്കോണേ. 9 ഇവിടെ വ്യത്യാസം വന്നത്. ഓക്കെ ആണല്ലോ. 9 വ്യത്യാസം, അതായത് കുറഞ്ഞാണ് വരുന്നത്. എനിക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കൂടി വരുന്നു, അത് ആകെ ടോട്ടൽ യൂട്ടിലിറ്റിയാണ്, ആകെ യൂട്ടിലിറ്റി. അപ്പോൾ ഇതാണെന്ന് അറിയപ്പെടുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റിയുടെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ടേബിൾ റെപ്രസെൻറ്റേഷൻ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം. ഓക്കെ ആണല്ലോ. യെസ്, ഇതെവിടെ നോക്കിയേ. ഇവിടെ നമുക്ക് ഒരു സംഭവം കാണാനായിട്ട് പറ്റും. എന്താണ് ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി? മാർജിനൽ യൂട്ടിലിറ്റിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആസ് എ പേഴ്സൺ കണ്ടിന്യൂസ്ലി കൺസ്യൂം മോർ യൂണിറ്റ് ഓഫ് കമ്മ്യൂണിറ്റി. വേറെ ഒന്നുമില്ല, ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു, ഒരു സാധനം കഴിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദ മാർജിനൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഡിക്രീസസ്. ഓരോ സമയം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴും നമ്മളുടെ ആ പ്രോഡക്റ്റിൽ എന്ത് ചെയ്യുന്നു? സാധനത്തിന് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു കൺസ്യൂം ചെയ്യുന്ന സ്ലൈസിന് എന്ത് ചെയ്യുന്നു? അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറഞ്ഞു വരുന്നു.
അപ്പോൾ അത് ഏതിൻ്റെ ബേസിസിലായിരിക്കാം? വൈൽ കീപ്പിംഗ് ടു ക്വാളിറ്റി ആൻഡ് ദ ടേസ്റ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, മറ്റു ഘടകങ്ങൾക്ക് മാറ്റമില്ലാതെ നിൽക്കുമ്പോൾ ഒരു വസ്തു തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ അധിക യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന എന്താണ് സീമാന്ത എന്ന് പറയും. മലയാളം അല്പ ടഫാണ്. ബിക്കോസ് ഓഫ് ഇത് കുറഞ്ഞു വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. അപ്പോൾ അതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലോ ഓഫ് മാർജിനിങ് അല്ലെങ്കിൽ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിൻ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിൻ യൂട്ടിലിറ്റിയുടെയും വ്യത്യാസം നമുക്ക് ഇവിടെയാണ് നമ്മളുടെ ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റിയുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഈ ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കാണാനായിട്ട് സാധിക്കും 20 ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ മാർജിൻ യൂട്ടിലിറ്റിയും എത്രയാണ്? 20 തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്ന 20, മാർജിൻ യൂട്ടിലിറ്റി 20. അടുത്ത് നമ്മുടെ മാർജിൻ യൂട്ടിലിറ്റി എത്രയായി? 18 കുറഞ്ഞു. അപ്പോൾ 18ഉം 20ഉം കൂടെ ചേർത്ത് എത്രയാണ്? 38. അടുത്ത നെക്സ്റ്റ് മാർജിൻ യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്ന 15, വീണ്ടും കുറഞ്ഞു. അപ്പോൾ 20 + 18 + 15 53. മനസ്സിലാക്കി എടുക്കുക. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്നറിയപ്പെടുന്നത് ഇവിടെ എത്രയാണ്? 2 കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രയാണ്? 8 കുറഞ്ഞിട്ടുണ്ട്. അത് കുറഞ്ഞാണ് വരുന്നത്. ഇവിടെ കൂടി വരുന്നു. കാരണം ഇത് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ, ഇത് മാർജിനൽ സാറ്റിസ്ഫാക്ഷൻ. അടുത്തിവിടെ 10, അപ്പോൾ ഇവിടെ എത്രയായി? 63. ഇവിടെ 4, അപ്പോൾ ഇവിടെ എത്രയായി? 67 ബിക്കോസ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി. അടുത്തിവിടെ 0, കാരണം കഴിക്കാനായിട്ട് പറ്റുന്നില്ല, വയറ് നിറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? 67 തന്നെ ടോട്ടൽ യൂട്ടിലിറ്റി നിൽക്കും, കാരണം അങ്ങോട്ട് പോകുന്നില്ലല്ലോ. അടുത്ത -3 വരുന്നു എന്ന് പറഞ്ഞാൽ ആ സാധനം അങ്ങ് ഛർദ്ദിച്ചു, അത് അമിതമായി, അത് കൺസ്യൂം ചെയ്ത് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് ഓവറായിട്ട് പോയി. അപ്പോൾ ഓവറായിട്ട് മാറിയപ്പോൾ എന്ത് ചെയ്തു? അത് താഴോട്ട് ഛർദ്ദിച്ചു. അപ്പോൾ അവിടെ എന്താണ്? കുറഞ്ഞു. ടോട്ടൽ യൂട്ടിലിറ്റി അവിടെ എന്ത് ചെയ്തു? കുറയുകയാണ് ചെയ്തത്. കാരണം ഛർദ്ദിച്ചല്ലോ, നീ വയറ്റിനകത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇതിൻ്റെ ടേബിൾ റെപ്രസെൻറ്റേഷൻ ഗ്രാഫിക്കൽ ഇനിയേ വരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഗ്രാഫും കൂടെ നിങ്ങളൊന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നോക്കി, ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി, ഇവിടെ എന്നറിയപ്പെടുന്നത് എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ എക്സും വൈ എന്നൊക്കെ പഠിക്കുന്നത് പോലെ ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി, ഇവിടെ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി. എപ്പോഴും ടോട്ടൽ യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാം, അതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരിയല്ലേ പറയുന്നത്? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എപ്പോഴും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ TU, ഇവിടെ MU. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനൊരു സാധനം കഴിച്ചു, ഒരു ആപ്പിൾ കഴിച്ചു, വീണ്ടും ആപ്പിളിലോട്ട് തന്നെ, അല്ലെങ്കിൽ ഓറഞ്ച് കഴിച്ചു. ഓറഞ്ച് കഴിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടി? സാറ്റിസ്ഫാക്ഷൻ ലെവൽ 20 കിട്ടി. മാർജിനലും എത്ര കിട്ടി? 20 തന്നെ കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത് രണ്ടാമത് കഴിച്ചപ്പോൾ എനിക്ക് മാർജിനൽ 18 കിട്ടിയുള്ളൂ. അപ്പോൾ 18 + 20 എന്നറിയപ്പെടുന്ന 38. ചിലപ്പോൾ കണക്കിലൊരു വ്യത്യാസം വരാം, മീൻസ് ഈ കൂട്ടുന്നതേ. എന്തായാലും മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത് എന്ത് ചെയ്തു? 15 കിട്ടി. അടുത്ത് ഞാൻ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? 15 എനിക്ക് കിട്ടി. അപ്പം 20 + 18 + 15 എത്രയാണ്? ചിലപ്പോൾ ഇതൊരു 38, 48, 53 കണക്കാക്കുക. മാർജിൻ എന്ത് ചെയ്തു? കൂടി. ടോട്ടൽ യൂട്ടിലിറ്റി കൂടി. അടുത്ത് എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്തപ്പോൾ ഇത് കുറഞ്ഞു വന്നു. വീണ്ടും എത്രയായിട്ട് മാറി? അതൊരു 10 മാറി. അപ്പോൾ 53 എന്നറിയപ്പെടുന്ന എത്രയായി? 63 മാറി. ഇനി അതിൻ്റെ താഴോട്ട് പോവാം. നമ്മൾ കഴിച്ച് വന്നപ്പോൾ നമ്മൾ ഛർദ്ദിച്ചെന്ന് പറഞ്ഞു അല്ലേ? നമ്മളത് ഒമിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 മാറി. അപ്പോൾ 63 നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു 3 കുറയ്ക്കുന്നു. അപ്പോൾ അത് എത്രയായിട്ട് മാറി? 60 മാറി. അപ്പോൾ ഈ കൺസ്യൂം ലെവൽ ഇങ്ങനെ താഴോട്ട് പോകുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മാർജിനൽ യൂട്ടിലിറ്റിയുടെ തിയറി എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. ഓക്കെ, അതാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ യൂട്ടിലിറ്റി പിന്നെ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റിയുടെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നു? കൂടി പോകുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ കൂടി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഇങ്ങനെ കൂടി പോകുന്നു. അതുപോലെ തന്നെ മാർജിൻ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? കുറഞ്ഞു. ഇവിടെ ഇപ്പോൾ പറഞ്ഞതാണ്, ഈ 20 ആണെങ്കിൽ ഇവിടെ 20 ആയിരിക്കും. അടുത്തിവിടെ എത്രയാണ്? 18 ആണെങ്കിൽ ഇവിടെ 38 മാറും. അടുത്തിവിടെ എത്രയാണ്? 15 ആണെങ്കിൽ ഇവിടെ 53 മാറും. ഇത് കൂടി പോകുന്നതുണ്ടോ? അടുത്ത് ഇവിടെ ഇപ്പോൾ 10 ആണെങ്കിൽ ഇവിടെ 63 മാറും. അടുത്തിവിടെ എന്താണ്? 9 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? വീണ്ടും കൂടി പോകുന്നു. എന്നാൽ ഇവിടെ എത്തുന്ന സമയത്ത് അത് -3 മാറുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെയും കുറഞ്ഞു പോകുന്നു. അതാണ് ഇങ്ങനെ താഴോട്ട് പോകുന്നത്. ഇതാണ് യൂട്ടിലിറ്റി കർവ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? യൂട്ടിലിറ്റി കർവ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പഠിച്ചത് ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്, അതുപോലെ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, അതിൻ്റെ ടേബിൾ റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ചു. നമുക്ക് ഓരോ പ്രാവശ്യം നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷനെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി, ഓരോ ടൈം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴും, നമ്മൾ സ്ലൈസ് കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന എന്താണ്? ഓരോ ടൈം കഴിക്കുമ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ ഉണ്ടാകുന്ന മാറ്റമാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ കൊടുക്കുന്ന ഈ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും.
ഇപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞു, ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, യൂട്ടിലിറ്റി എന്താണെന്ന് പറഞ്ഞു, കാർഡിനൽ യൂട്ടിലിറ്റി, ആൽഫ്രഡ് മാർഷൽ ഇവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു.